MGM റേഡിയോ ക്ലബിന്റെ കവിതാലോകം പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. പ്രശസ്ത കവികളുടെ കവിതകളും അവയുടെ ആശയവും വിവരിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇന്ന് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ജി ശങ്കരക്കുറുപ്പിന്റെ ഇന്നു ഞാൻ നാളെ നീ എന്ന കവിതയാണ്. മലയാളത്തിലെ പ്രശസ്തനായ കവിയും വിവർത്തകനും യൂണിവേഴ്സിറ്റി അധ്യാപകനുമായിരുന്ന ജി ശങ്കരക്കുറുപ്പ് 1901 ജൂൺ 3 എറണാകുളം ജില്ലയിൽ ജനിച്ചു. ഓടക്കുഴൽ, നിമിഷം, സൂര്യകാന്തി, പഥികന്റെ പാട്ട്, വിശ്വദർശനം തുടങ്ങി 50ഓളം കൃതികൾ രചിച്ചിട്ടുണ്ട്. മഹാരാജാസ് കോളേജിൽ അധ്യാപകനായിരുന്നു. 1956 ജോലിയിൽ നിന്ന് വിരമിച്ചു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, രാജ്യസഭാ അംഗം എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചു. 1965 ആദ്യ ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ കവി എന്നറിയപ്പെടുന്നു. ഇന്നു ഞാൻ നാളെ നീ എന്ന കവിത സൂര്യകാന്തി എന്ന കവിതാ സമാഹാരത്തിൽ ഉൾപ്പെടുന്നു. 1978 ഫെബ്രുവരി 2 അദ്ദേഹം അന്തരിച്ചു. കവിത ആലപിക്കുന്നത് 9th Fലെ കൃഷ്ണേന്ദു. ആശയം വിവരിക്കുന്നത് 9th Dയിലെ ദേവയാഗ. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നിതെന്നോർമ്മയിൽ. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നിതെന്നോർമ്മയിൽ. പാദവക്കത്തെ മരത്തിൻ കരിനിഴൽ പ്രേതം കണക്കെ ക്ഷണത്താൽ വളരവേ, എത്രയും പേടിച്ചരണ്ട ചില ശുഷ്കപത്രങ്ങൾ മോഹം കലർന്നു പതിക്കവേ. ആസന്ന മൃത്യുവാം നിശ്ചേഷ്ടമാരുതൻ ശ്വാസമിടയ്ക്കിടയ്ക്കാഞ്ഞു വലിക്കവേ. ഇപ്പോൾ കേട്ട വരികളുടെ ആശയം. ഇന്നു ഞാൻ നാളെ നീ. ഈ വരി ഉദ്ധരണിയിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് മറ്റെവിടുന്നോ കവി കടമെടുത്തതാണ്. അന്തിയാവുമ്പോൾ മരത്തിന്റെ നിഴൽ നീളം വെച്ചു വരുന്നു. അത് കണ്ടാൽ പ്രേതം പോലെ തോന്നും. മരത്തിന്റെ ഉണക്ക ഇലകൾ ബോധം കെട്ട് വീഴുന്നതായിട്ട് കവിക്ക് തോന്നുന്നു. കാറ്റ് ഇടയ്ക്കിടെ ശ്വാസം വലിക്കുന്ന പോലെ വീശുന്നു. കാറ്റിന് മരണം അടുത്തതുപോലെ കവിക്ക് തോന്നുന്നു. മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനുമായി കാറ്റിനെ ഉപമിച്ചിരിക്കുന്നു. താരകരത്നഖചിതമാം പട്ടിനാൽ പാരമലങ്കൃതമായ വിൺപെട്ടിയിൽ ചത്ത പകലിൻ ശവം വെച്ചടുപ്പതിനാത്ത മൗനം 4 ദിക്കുകൾ നിൽക്കവേ. തൻ പിതാവിൻ ശവപ്പെട്ടിമേൽ ചുംബിച്ചു കമ്പിതഗാത്രിയായി അന്തിമൂർച്ഛിക്കവേ. ജീവിതം പോലെ രണ്ടറ്റവും കാണാത്തൊരാ വഴിയിങ്കൽ തനിച്ചു ഞാൻ നിന്നുപോയി. പക്ഷികൾ പാടിയില്ല, ആടിയില്ലാലില, ഇക്ഷിതി തന്നെ മരവിച്ച പോലെയായി. ആശയം. അസ്തമിക്കുന്ന പകൽ നിശബ്ദമായതുപോലെ തോന്നുന്നു. ആകാശത്തെ കവി ശവപ്പെട്ടിയോട് ഉപമിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങളെ രത്നം പതിപ്പിച്ച പട്ടുതുണിയോടും. അസ്തമിക്കാൻ പോകുന്ന പകലിനെ മൃതശരീരനായാണ് അവതരിപ്പിക്കുന്നത്. ശവപ്പെട്ടി ചുമക്കാൻ നിൽക്കുന്നവരെ പോലെ 4 ദിക്കുകളെയും ഉപമിച്ചിരിക്കുന്നു. മരണവീട്ടിലെ നിശബ്ദതയാണ് സന്ദർഭമായി കവി കാണുന്നത്. പകലിന്റെ മകളായാണ് സന്ധ്യയെ വർണ്ണിക്കുന്നത്. എവിടെ നിന്ന് വന്നു, എങ്ങോട്ടു പോകുന്നു എന്നറിയാത്ത പെരുവഴി. അവിടെയാണ് താൻ നിൽക്കുന്നത്. ജീവിതത്തെയാണ് പെരുവഴിയായി കവി ദർശിക്കുന്നത്. ഈ സമയത്ത് പക്ഷികളൊന്നും പാടിയതും ആടിയതുമില്ല. ഒരു തരം മരവിപ്പ് മാത്രം.
അന്തികത്തുള്ളൊരു പള്ളിയിൽ നിന്നുടൻ പൊന്തി നാമെന്നു ദീനം മണിസ്വനം. 2000-ഓളം ആണ്ടുകൾക്കപ്പുറത്തുണ്ടായൊരാ മഹാത്യാഗത്തെ ഇപ്പോഴും മൂകമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കും ഏകമുഖമാം കുരിശിനെ മുത്തുവാൻ ആരാലിറങ്ങി വരും ചില മാലാഖമാരായി വരാം കണ്ട തൂവെൺമുകിലുകൾ. ആശയം: നിഴലിച്ചു നിന്ന മൂകതയെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു ശബ്ദം. അത് അടുത്ത പള്ളിയിൽ നിന്നുള്ള മണിമുഴങ്ങിയതായിരുന്നു. ഉത്കണ്ഠയും ആകാംക്ഷയും നിറഞ്ഞ സമയത്തായതിനാൽ കവിക്ക് അത് ദീനരോദനമായാണ് അനുഭവപ്പെട്ടത്. 2000 വർഷം മുമ്പ് യേശുദേവൻ മരണം വരിച്ചതിൻ്റെ ഓർമ്മകൾ പോലെ ആ കുരിശ്. അതിൽ ചുംബിക്കാനെത്തുന്ന മാലാഖമാരായിരിക്കാം വെള്ളിമേഘങ്ങൾ എന്ന് കവി ഓർക്കുന്നു. പാപം ഹരിച്ചു പാരിന്നു വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്കുക. പാപം ഹരിച്ചു പാരിന്നു വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്കുക. കുരിശിനെ വാഴ്ത്തുവാനും കവി മറന്നില്ല. ആ വഴിക്കപ്പോൾ ആരോ ദരിദ്രന്റെ നിർജീവമാം ദേഹമടക്കിയ പെട്ടിപോയി. ഇല്ല പെരുമ്പറ ശുദ്ധയാം വിശ്വസ്ത വല്ലഭതന്നുടെ നെഞ്ചിടിപ്പന്നിയേ. ഇല്ല പൂവർഷം വിഷാദം കിടന്നല തല്ലുന്ന പൈതലിൽ കണ്ണുനീരെണ്ണിയേ. വന്നു തറച്ചിതൻ കണ്ണിലാ പെട്ടിമേൽ നിന്നുമാറക്ഷരം: ഇന്നു ഞാൻ നാളെ നീ. ഒന്നു നടുങ്ങി ഞാനാ നടുക്കം തന്നെ മിന്നുമുടുക്കളിൽ ദൃശ്യമാണിപ്പോഴും. ആശയം: അപ്പോൾ ഒരു സാധു മനുഷ്യന്റെ ജഡം വഹിച്ചുകൊണ്ടുള്ള പെട്ടി കടന്നു പോകുന്നു. നിശബ്ദമായാണ് യാത്ര. മരിച്ചത് സമ്പന്നനല്ല. കാരണം ശവഘോഷയാത്രയായിരുന്നില്ല അവിടെ കണ്ടത്. പെരുമ്പറയില്ല. ഭർത്താവിനെ പ്രാണനായി കരുതിയ ഒരു സ്ത്രീയുടെ ഹൃദയമിടിപ്പ് മാത്രമാണുണ്ടായിരുന്നത്. ആ ശവപ്പെട്ടിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഇന്നു ഞാൻ, നാളെ നീ. ആ വാക്കുകൾ കവിയുടെ കണ്ണിൽപ്പെട്ടു. എത്ര വലിയ സന്ദേശമാണത്! പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്നുള്ള സന്ദേശം. ആർക്കും തടയാനാവുന്നതല്ല മരണം. ആ 6 അക്ഷരം കവിയുടെ കണ്ണിൽ വന്നു തറയ്ക്കുന്നു. ഇന്നു ഞാൻ, നാളെ നീ. കവി ഒന്ന് നടുങ്ങിപ്പോയി. ആ നടുക്കം ആകാശത്തും പ്രതിധ്വനിക്കുന്നു. കവിതാലോകം പരിപാടിയിലെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം എന്ന പ്രത്യാശയോടെ കൃഷ്ണേന്ദുവും ദേവയാഗയും.